എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി വീഡിയോകൾ ഇടുന്നതിന് അല്പം താമസം നേരിട്ടുവെങ്കിലും തുടർന്ന് അതുണ്ടാകാതെ തുടർച്ചയായി വീഡിയോകൾ ഇടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പല സുഹൃത്തുക്കളുടെയും സ്നേഹപൂർവമായ നിർബന്ധം മൂലം ഇത് ജനങ്ങൾക്ക് വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സൈക്കോളജി മേഖലയിൽ, കൗൺസിലിംഗ് മേഖലയിൽ, അതുപോലെ മറ്റ് സൈക്കോ തെറാപ്പികളും ഹിപ്നോ തെറാപ്പികളിലും ഒക്കെ പ്രയോജനകരമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ തക്കവണ്ണം തുടർന്നും ഇടയാകുന്നതിനായി നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും ഞാൻ ആദ്യമായി ആവശ്യപ്പെടുകയാണ്. എന്താണ് കൗൺസിലിംഗ് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരവരെ തന്നെ സഹായിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന ഒരു ശുശ്രൂഷയാണ് കൗൺസിലിംഗ്. ടു ഹെൽപ്പ് ദ പേഴ്സൺ ടു ഹെൽപ്പ് ഹിംസെൽഫ് എന്ന് പറയാറുണ്ട്. അവൻ്റെ പ്രശ്നങ്ങൾക്ക് അവനിൽ തന്നെ പരിഹാരമുണ്ട്. അവൻ്റെ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം അവൻ തന്നെ ഏറ്റെടുക്കുവാൻ അവനെ പ്രാപ്തനാക്കുന്നു. ആ പ്രാപ്തനാക്കുന്ന മനുഷ്യൻ ശക്തിയോടുകൂടി അവൻ്റെ പ്രയാസങ്ങളെ മനസ്സിലാക്കുകയും പരിഹാരങ്ങളെ കണ്ടെത്തുകയും ചെയ്യുന്ന അവനെ സഹായിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയായിട്ടാണ് കൗൺസിലിങ്ങിനെ കാണേണ്ടതിന്. ഇതൊരു ഉപദേശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശമോ കൊടുക്കുകയല്ല. നേരെ മറിച്ച് അവരുടെ ജീവിതത്തിലുള്ള എല്ലാ പോരായ്മകളെയും കണ്ടെത്തുവാൻ അവരെ സഹായിക്കുകയാണ്. മാത്രമല്ല, ആധുനിക സൈക്കോളജിയുടെ അടിസ്ഥാനത്തിൽ അവരെ ബോധവൽക്കരിക്കുകയും ആവശ്യമായ സൈക്കോ തെറാപ്പിയിലൂടെ അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുടുംബ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പഠനത്തിലുണ്ടാകുന്ന വൈഷമ്യങ്ങൾ, അതുപോലെ തന്നെ ആന്തരികമായി ഉണ്ടാകുന്ന വൈകാരിക പ്രശ്നങ്ങൾ, വ്യക്തിബന്ധങ്ങളിൽ വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, ആത്മീയമായി നേരിടുന്ന വെല്ലുവിളികൾ, ഇങ്ങനെ അനവധി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഈ കൗൺസിലിങ്ങിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഗ്രേസ്വൽ കൗൺസിലിംഗ് ആൻഡ് ഇൻസൈറ്റ് അക്കാദമി, ചുരുളിക്കോട്, പത്തനംതിട്ട. നിങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങളുടെ ഫോണിൽ വിളിക്കാം, സംസാരിക്കാം, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം. അതിന് സർവേശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.